ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ത്യൻ സിനിമയിലെ തന്നെ ലെജൻഡ് കോംബോ ഒരുമിച്ച സിനിമയാണല്ലോ തഗ് ലൈഫ്. കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത STR 3, ഷാജോജ് ജോർജ്, അശോക് സെൽവൻ, അഭിരാമി തുടങ്ങിയ വലിയ താരനിര ഭാഗമായ സിനിമയായിരുന്നിട്ടും വലിയ പ്രൊമോഷനോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയായിരുന്നിട്ടും ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിലും അഭിപ്രായങ്ങളുടെ കാര്യത്തിലും തകർന്നടിഞ്ഞ സിനിമയാണല്ലോ തഗ് ലൈഫ്. ഇപ്പോഴത്തെ സിനിമയുടെ രണ്ടാം ദിവസത്തെ കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തതിന്റെ ലെവലിന്റെ അടുത്തേക്ക് പോലും സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആകെ 2 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 60 കോടി എന്നൊരു കളക്ഷനാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഇപ്പോഴത്തെ 60 കോടി പോലും സിനിമ എത്തപ്പെട്ടിട്ടില്ല. ആകെ 2 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 52 കോടി രൂപ മാത്രമാണ്. രണ്ടാം ദിവസം സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ 6 കോടിയിൽ പരം ഗ്രോസ് കളക്ഷൻ എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ തന്നെ ഈ ലെവലിലേക്ക് സിനിമയുടെ കളക്ഷൻ രണ്ടാം ദിവസം പോയിട്ടുണ്ടെങ്കിൽ സിനിമ തകർന്നടിഞ്ഞിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ 1,30,00,000 ആദ്യ ദിവസം ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് രണ്ടാം ദിവസം 30 ലക്ഷത്തിൽ പരം ഗ്രോസ് കളക്ഷൻ മാത്രമേ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ അടക്കം ബുക്കിംഗ് എല്ലാം തന്നെ വൻ ശോകമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തഗ് ലൈഫിന് മുന്നേ കഴിഞ്ഞ വർഷം ജൂലൈ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു കമലഹാസൻ സിനിമയായിരുന്നല്ലോ ഇന്ത്യൻ 2. സിനിമ ഫൈനലായിട്ട് നേടിയെടുത്തത് 156 കോടി കളക്ഷനാണ്. സിനിമയ്ക്ക് നെഗറ്റീവ് അഭിപ്രായവുമായിരുന്നു. ഇപ്പോഴത്തെ സമാന അഭിപ്രായവുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ തഗ് ലൈഫ് എന്ന സിനിമയ്ക്ക് ഇന്ത്യൻ 2വിന്റെ കളക്ഷന്റെ അടുത്തേക്ക് പോലും എത്തപ്പെടാനും കഴിയില്ല എന്ന 2 ദിവസത്തെ കളക്ഷനും കൊണ്ട് തന്നെ തഗ് ലൈഫ് ഉറപ്പ് നൽകുന്നുണ്ട്. ഇതേ രീതിയിൽ പോകുകയാണെങ്കിൽ സിനിമ 100 കോടിയിലേക്ക് എപ്പോൾ എത്തപ്പെടുമെന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്നത്തെയും നാളത്തെയും കൂടി തഗ് ലൈഫിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അവസാനമായിട്ട് ബോളിവുഡിൽ നിന്നും ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ 5ാം ഭാഗ സിനിമയിലേക്ക് വരികയാണെങ്കിൽ അത് ഹൗസ്ഫുൾ 5 എന്ന സിനിമയാണ്. ചിത്രം ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ പല അഭിപ്രായങ്ങളാണല്ലോ നേരിടുത്തിരിക്കുന്നത്. ഈ കോമഡി, ത്രില്ലർ, ഡ്രാമ, എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയ്ക്ക് ഇപ്പോഴത്തെ ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ മിനിമം കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. 40 കോടിയിൽ പരമാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ്. നല്ല ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ കൂടുതൽ ദിവസങ്ങളിലെ കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.